ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ സ്റ്റോറിയോടൊക്കെ പോവാം. ജങ്കുക്ക് ഇന്ത്യ ബോയാണ്. ജങ്കുക്കിൻ്റെ ഡാഡി കൊറിയൻ ബോയ്. എന്നിട്ട് രണ്ടുപേർ ലവ് ചെയ്ത് മാരേജ് കഴിച്ചു. അങ്ങനെ ജങ്കുക്കിന് മോം ഡാഡിയാൽ ഇന്ത്യയിൽ വന്ന് സെറ്റിലായിരുന്നു. ജങ്കുക്ക് കൊറിയയിൽ പോയിട്ട് ഐഡലായി മാറിയായിരുന്നു. അങ്ങനെ ഹീറോയി ജങ്കുക്കിൻ്റെ മുറപ്പെണ്ണ്. അതെ, ജങ്കുക്കിൻ്റെ മുറപ്പെണ്ണ്. അങ്ങനെ തമിഴ്നാട്ടിലാണ് ഉള്ളത് ഹീറോയിൻ്റെ മോം തമിഴ്നാട്. അതിനായിട്ട് നമുക്ക് സ്റ്റോറി ആയിട്ട് പോവാം. ഞാൻ ഇതിൽ ഫുൾ മലയാളത്തിലേ പറയാൻ പോവാം. ഓക്കെ. അങ്ങനെ ഹീറോയി ഇങ്ങനെ ഗ്രാമത്തിലാണ് ഹീറോയി ഉള്ളത്. ഗ്രാമം ഫുൾ ഗ്രാമമല്ല, പകുതി ഗ്രാമമാണ്. ഹീറോയി കുറച്ച് ഗ്രാമം, അങ്ങനെ കുറേ സിറ്റി. അങ്ങനെ ഹീറോയിൻ നാളെ ജോലിയായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. പ്രിയ അയ്യോ എന്താറ്റിടി? എന്ത് മധു? എടി അമ്മ വിളിക്കാവാ. ഇല്ലടി, ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ പോവാ. അയ്യോ പ്രിയ പറഞ്ഞേക്കും, അമ്മ വിളിക്കാം. ശരി മധു. അങ്ങനെയായിട്ട് രണ്ടുപേരും ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയിട്ട് വീട്ടിൽ നോക്കുമ്പോൾ പി ടി എസ് മെമ്പറിൻ്റെ മോം ഡാഡി വന്നിരുന്നു. അതെ, ജങ്കുക്കിൻ്റെ മമ്മിനെ കാണാൻ വേണ്ടിയിട്ടാണ് പി ടി എസ് മമ്മി. അവരെല്ലാവരും ഫ്രണ്ട്സാണ്. പി ടി എസ് മെമ്പർ എങ്ങനെ ഫ്രണ്ട്സ്, അതേമാതിരി ഫ്രണ്ട്സാണ്. അങ്ങനെയായിട്ട് അവരുടെ ഫ്രണ്ട് മീറ്റ് ചെയ്യാൻ വന്നതായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ കണ്ട പിന്നെ ആറമ്മനമ്മി, പ്രിയ നീ വളർന്നു വലുതായല്ലോ. അതെ ആൻറ്റി. എന്താ നിങ്ങളാണോ എന്ന് കേട്ടു. അതെ എന്ന് പറഞ്ഞാണ്. അതെ, എങ്ങനെയാണ് ലവ് മാരേജ് ചെയ്യാൻ? ജങ്കുക്ക് മോം ലവ് മാരേജ്. അതേമാതിരി ഇവരെല്ലാവരും ഇന്ത്യൻ ഗേൾസാണ്. അതുകൊണ്ടല്ലേ ഈ ദിവസം ഒന്നരെല്ലാം മമ്മയെല്ലാം ഇന്ത്യൻ ഗേൾസാണ്. അങ്ങനെയായിട്ട് ഒരു ആൻറ്റി വന്ന് പറയാൻ തുടങ്ങി. ശരി എന്താ സംസാരിക്കുക? അതില്ലടേ, ഇനോ കുറച്ച് സംസാരിക്കാവുന്നതാ. ഇല്ല. അങ്ങനെയായിട്ട് ഇവർ കുറച്ച് സംസാരിക്കുക. ഹീറോയോടൊന്ന് പോയി. അങ്ങനെ ജങ്കുക്കിന് മമ്മിയോട് കേട്ടതെങ്കിൽ ഞങ്ങളെല്ലാവർക്കും മോനിക്ക് മാരേജായി. വീക്ക് പെണ്ണ് നോക്കി ജങ്കുക്കൊക്കെ എപ്പം മാരേജ് അങ്ങനെ ചോദിച്ചായിരുന്നു. അതെ, ഹീറോയിനെ നോക്കിയിട്ട് മമ്മി പറയാൻ തുടങ്ങിയായിരുന്നു. ഓൾറെഡി നോക്കി വെച്ചിന്. എന്ത്? ആരാ? അങ്ങോട്ട് നോക്കുകയെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിരുന്നു. ഹീറോയ്ക്ക് ഒരുവേള എൻ്റെ ചേച്ചീനെ നോക്കുന്നതായിരുന്നു. ഹീറോയ്ക്ക് കേട്ടായിരുന്നു. ഒരുവേള എൻ്റെ ചേച്ചീനെ പറയുന്നത്. അങ്ങനെ ഹീറോയി കണ്ടുകാതെ പോയിരുന്നു. ഹീറോയിന് മനസ്സ് അപ്പം എൻ്റെ ചേച്ചിക്ക് അപ്പോൾ ജങ്കുക്ക് മാമ എന്നാൽ ഹീറോയ്ക്ക് സാഡായിരുന്നു. ശരി, വലിയത് എൻ്റെ ചേച്ചി. ഹീറോയ്ക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഹീറോയിന് മനസ്സ് ജങ്കുക്ക് ഹീറോയിൻ്റെ ചേച്ചിക്ക് മാരേജ് എന്ന്. അങ്ങനെ ഭയങ്കര സാഡായിരുന്നു ഹീറോയിൻ്റെ ചേച്ചിക്ക് 23 വയസ്സ്. അങ്ങനെ ഹീറോയ്ക്ക് 19 വയസ്സ്. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. എനിക്ക് കല്യാണം കഴിച്ച് വന്നതല്ലേ. ഹീറോയി സാഡായിട്ട് വീട്ടിൽ മമ്മി ഇപ്പോൾ ചേച്ചി വന്നെടുക്കാൻ തുടങ്ങി. എന്ത് പറ്റി പ്രിയ? എൻ്റെ ചേച്ചിക്ക് ജങ്കുക്ക് മാമന് കൂടെ കല്യാണം നടക്കുമല്ലേ. ഇവൾക്ക് എന്ത് പറ്റി? ചേച്ചി എന്ന് പറഞ്ഞ് കണ്ടുകാതെ പോയായിരുന്നു. ഹീറോയിൻ്റെ ചേച്ചിക്ക് ഒന്നും മനസ്സിലായില്ല. എന്ത് ഇവൾക്ക് പിടിച്ചു? ലൂസ് പിടിച്ച ഇവൾക്ക്. ശരി, ഇവളെ സമാധാനമാക്കാമെന്ന് ഹീറോയിൻ്റെ ചേച്ചി സമാധാനമാക്കാൻ നോക്കി. ഹീറോയിൻ മുറിച്ച് ചേച്ചിന് പോകാൻ തുടങ്ങി. ഇവൾക്ക് എന്ത് പറ്റി? അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേച്ചിനും കാണും മുറിച്ച് പോകാൻ തുടങ്ങി. ഇവളെ സമാധാനമാക്കാൻ തുടങ്ങി. ചേച്ചി ഇവളെ സമാധാനമാക്കി എനിക്ക് ലൂസ് പിടിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഹീറോയിൻ ടെൻഷനായി. ഹീറോയിൻ്റെ ചേച്ചി മുറിച്ചായിരുന്നു. ശരിമാ, ടെൻഷൻ ആക്കണ്ട എന്നെ ഹീറോയിൻ്റെ ചേച്ചി പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ചേച്ചി. അങ്ങനെ ഹീറോയ്ക്ക് കോളേജ് ലേറ്റായി. ഹീറോയ്ക്ക് കോളേജാണ്. കോളേജ് സെക്കൻഡ് ഇയർ പഠിക്കാൻ. അങ്ങനെ കോളേജിൽ ഹീറോയി പോയി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ ചേച്ചിക്ക് മാരേജ് കുറിച്ച് പറയാൻ തുടങ്ങിയായിരുന്നു. നിൻ്റെ ചേച്ചിക്ക് മാരേജ് എന്ത്? അപ്പോൾ എൻഗേജ്മെൻറ്റ് ഓൾറെഡി ചെയ്തു. നിൻ്റെ ചേച്ചിക്ക് മാരേജ് നടക്കാൻ പോകുന്നത് ഹീറോയിനോട് പറഞ്ഞു. ഹീറോയിൻ ഷോക്കായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് മാരേജാ എന്നെ ഹീറോയിൻ ഷോക്കായിരുന്നു. അതെ, അത് മാത്രമല്ല നിനക്കും മാരേജ്. ഹീറോയ്ക്ക് ഷോക്ക്. എനിക്കും മാരേജാ? അങ്ങനെ ഹീറോയിൻ്റെ ഫാഷൻ എറിഞ്ഞ് നോക്കും. അർജുന ഹീറോയിനെ നോക്കി സൈറ്റ് അടിക്കായിരുന്നു. അപ്പോൾ ഇവനെ കൂടെ എനിക്ക് മാരേജാ? അതെ, അർജുന ഹീറോയിനെ നോക്കി ചിരിക്കായിരുന്നു. ഹീറോയിൻ മനസ്സിലായി. അപ്പോൾ അർജുനും കൂടെ എനിക്ക് മാരേജ്, അപ്പോൾ മാമനും കൂടി എൻ്റെ ചേച്ചിക്ക് മാരേജാ? അങ്ങനെ ഹീറോയിൻ സാഡായിട്ട് പോകാൻ തുടങ്ങി. അർജുന് വന്ന് കേട്ടായിരുന്നു. ആൻറ്റി എന്ത് പറ്റി? ഒന്നുമില്ലടാ, അതൊന്നുമില്ല എന്ന് പറഞ്ഞു. അർജുനക്ക് അറിയാമല്ലോ ഹീറോയിൻ്റെ മേലെ അർജുനക്ക് ഒരു കണ്ണുണ്ടായിരുന്നു. അത് ഹീറോയ്ക്ക് ഇങ്ങനെ മാരേജ് കുറിച്ച് അർജുന അറിയില്ലായിരുന്നു. അർജുനക്ക് കോൾ വന്ന് അവിടുന്ന് പോയി. ഹീറോയിൻ ഫ്രണ്ടോട് കാര്യം പറയാൻ തുടങ്ങി. അർജുൻ കൂടെ എനിക്ക് മാരേജ് ആയിട്ട് കൂടി എന്ന് പറയായിരുന്നു. ചേച്ചിക്ക് ജങ്കുക്ക് മാമന് കൂടെ മാരേജ് ചെയ്യുന്ന ഹീറോയിൻ സാഡായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ശരിയടി, സമാധാനമായിക്കോ, ഇപ്പോഴല്ലേ മാരേജ്. അപ്പോൾ അമ്മ പറഞ്ഞത്, എടി ഇപ്പോഴല്ല 1 മന്ത് ഉണ്ടോ അപ്പോൾ എനിക്ക് മാരേജാ. എന്ത് 1 മന്താ? അതെ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിനെല്ലാം റെഡിയാക്കി കഴിഞ്ഞ്. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു, പാവം.
അങ്ങനെ കല്യാണം വേണം റെഡി ആയിട്ട് വന്നു. അങ്ങനെ ഹീറോയിൻ മണ്ഡപത്തിൽ തല വഗ്ഗിയിരുന്നു. വേറെ വഴിയില്ല, ശരി വേറെ വഴിയില്ല. അങ്ങനെയായിട്ട് സമാധാനം വന്ന് ഇരുന്നായിരുന്നു. അങ്ങനെ മണ്ഡപത്തിൽ എല്ലാം കല്യാണം നന്നായിട്ട് നടന്നു. ഹീറോയ്ക്ക് സാഡായിരുന്നു. വീട് വന്ന് കുറച്ച് സ്മൈൽ ചെയ്യാൻ പറയായിരുന്നു. അങ്ങനെ ഹീറോയി സ്മൈൽ ചെയ്ത് എന്ത് സംഭവിക്കും. അങ്ങനെ ഹീറോയ്ക്ക് താലി കെട്ടി. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നു. അങ്ങനെയായിട്ട് എല്ലാവരും പറയാൻ തുടങ്ങി, ആഹാ നല്ല കപ്പിൾസാണല്ലേ, അങ്ങനെയായിട്ട് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ശരി വേറെ വഴിയില്ല. അങ്ങനെ ഹീറോയിൻ റെഡിയാക്കുക റൂമിൽ കൊണ്ടുപോയി. അങ്ങനെ അവർ പറയായിരുന്നു, അതെ അതെ കപ്പിൾസ് നല്ല ഭംഗിയുണ്ടല്ലേ, അതെ അതെ അങ്ങനെയായിട്ട് പറയായിരുന്നു. ഹീറോയിൻ ശരിയൊന്നും സാരില്ല. ജാങ്കുക്കിനും അമ്മേനോട് പറയാം, നിങ്ങൾക്ക് ഭാഗ്യമാണല്ലോ ഇപ്പം നല്ല പെണ്ണിനെ കല്യാണം വെച്ച്. അതെ അതെ എനിക്ക് മുമ്പ് ഇവൾ ജനിച്ച പിന്നെ ഇവനൊക്കെ വിരിച്ചു പോയിച്ചതാണ്. അതിനായിട്ട് ആൻറ്റി പറയായിരുന്നു, ഇവളെ കുട്ടി ചെറിയ പ്രായത്തിൽ ജാങ്കുക്കൊക്കെ ഒന്ന് വിരിച്ചു പോയിച്ചതാണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞ് സ്മൈൽ ചെയ്ത് പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് സാഡായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ ഹീറോയിൻ വീട് സാഡായി. അതെ അങ്ങനെയായിട്ട് ഹീറോയിൻ കുറച്ച് നേരം കഴിഞ്ഞ് ഹീറോയിൻ എണിച്ച് നോക്കുമ്പോൾ ഉറങ്ങിയിട്ട് ഹീറോയിൻ എണിച്ച് വന്ന് സാരിയെല്ലാം എടുത്ത് പാലെടുത്ത് വെച്ചത്. ഹീറോയിൻ വീട് ഭയങ്കര സാഡായിരുന്നു. അങ്ങനെ ഇപ്പം നമുക്ക് ഹീറോയിൻ്റെ ചേച്ചി നോക്കാം. റൂമിൽ വന്നു. അത് റൂമിൽ വന്ന് അങ്ങനെ കല്യാൺ ചെക്കനോട് ഹീറോയിൻ്റെ ചേച്ചി മാരേജ് ആയി ചെക്കനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സ്മൈൽ ചെയ്ത് നല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ റൂമിൽ വന്നു. എന്നിട്ട് പാൽ നീട്ടിയായിരുന്നു. ലോക്ക് ചെയ്ത് വന്ന് പാൽ നീട്ടിയായിരുന്നു. അങ്ങനെ പാലോട് വെച്ചായിരുന്നു. അങ്ങനെ എന്താ ശരി സംസാരിക്കില്ല എന്ന് കേട്ടു. ഈ വോയിസ് ഹീറോയിൻ നോക്കിയായിരുന്നു. ഹീറോയ്ക്ക് കണ്ണ് ഷോക്കായി. മാമ നീയാന്ന് കേട്ട്. ഞങ്ങൾക്ക് ഹീറോയിനെ നോക്കിയിട്ട് ഞാനല്ലാതെ പിന്നെ ആരാന്ന് വെച്ച്. ഇല്ല ഞാൻ അർജുൻ മാമ അല്ല ഞങ്ങൾക്ക് മുറയ്ക്കാൻ തുടങ്ങി. ഇല്ല അർജുൻ മാമന് പറയവട്ടം പറഞ്ഞായിരുന്നു നിങ്ങളെ എന്നെ കല്യാണം കഴിക്കും. അപ്പം നീ ചേച്ചിയുടെ കല്യാണം കഴിച്ചതല്ലേ. ജാങ്കോക്ക് ഹീറോയിനെ നോക്കി മുറയ്ക്കായിരുന്നു. അപ്പോൾ ചേച്ചീനെ മാരേജ് വെച്ചതാരാ എന്ന് കേട്ടായിരുന്നു. അങ്ങനെ ജാങ്കോക്ക് പറയാൻ തുടങ്ങി, ആ ആരാ എൻ്റെ ചേട്ടനാ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്കായി. എന്ത് ചേട്ടനാ? അതെ ജാങ്കുക്കിൻ്റെ ചേട്ടക്ക് മാരേജ് കഴിച്ചായിരുന്നു. ജാങ്കുക്ക് മുറിക്കായിരുന്നു. അതെ ജാങ്കുക്കിൻ്റെ ചേട്ടൻ ഹോബിക്കാണ് ഹീറോയിൻ്റെ ചേച്ചിക്കാണ് മാരേജ്. ഇതിനോട് ഷോക്കായി.